അപ്പോൾ ഇന്റർനാഷണൽ നഴ്സസിന് വീണ്ടും ഒരു അയർലൻഡ് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അയർലൻഡിലെ കമ്മ്യൂണിറ്റി കെയറിലേക്കാണ്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്, മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും വാക്കൻസീസിലും നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് CV, റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും വേഗം അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ നഴ്സിംഗ് ഫ്രണ്ട്സോ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, അവർ ഓൾറെഡി DL ഒക്കെ കിട്ടി നിൽക്കുകയാണ്, OET ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി കെയറിലേക്കുള്ള ഈ ഒരു വാക്കൻസി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പീഡിയാട്രിക് ഏരിയയിലുള്ളവരെയാണ്. പീഡിയാട്രിക് ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ PICUവിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ NICUവിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് എന്തായാലും. ഓക്കെ, ആൻഡ് വിർച്വൽ അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് ഇതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും. ഇപ്പോൾ ഇതിന്റെ ബേസിക് എലിജിബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് BSc or GNM ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ OET അല്ലെങ്കിൽ IELTS പാസ്റ്റ് ആയിരിക്കണം, സ്കോർ വാലിഡ് ആയിരിക്കണം എന്തായാലും. ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം ഓഫ് 5 years ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പീഡിയാട്രിക്സിലോ PICയിലോ NICയിലോ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ താഴെ കാണുന്ന ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTSന്റെ സ്കോർ കാർഡും നിങ്ങളുടെ DLന്റെ ലെറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അവർക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്തായാലും, ഒട്ടും വൈകിപ്പിക്കരുത്. കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് കുട്ടികൾക്കാണ് ഈ ഒരു കമ്മ്യൂണിറ്റി പീഡിയാട്രിക്സിന്റെ വാക്കൻസീസ് കാര്യങ്ങളെല്ലാം വന്നതും അവർ ഷോർട്ട് ലിസ്റ്റഡ് ആയതും അവർ ഇന്റർവ്യൂവിന് സക്സസ്ഫുൾ ആയതും ഞാൻ അതെല്ലാം തന്നെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വാക്കൻസി വന്ന കാര്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ അയർലൻഡിന്റെ കമ്മ്യൂണിറ്റി പീഡിയാട്രിക്സ് ഇന്റർവ്യൂ കഴിഞ്ഞ മാസങ്ങളിൽ സക്സസ്ഫുൾ ആയ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ സ്ട്രഗിൾ ചെയ്തിരുന്നത് ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യം അവരെല്ലാവരും പറഞ്ഞു അവർക്ക് ഒരിടത്തും തന്നെ ഇതിന്റെ മെറ്റീരിയൽസോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ് അവർ MNCയിലേക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്, കമ്മ്യൂണിറ്റി പീഡിയാട്രിക്സ് ആവട്ടെ, HSCയുടെ ഇന്റർവ്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിന്റെ ഇന്റർവ്യൂസ് ആവട്ടെ, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസും റെക്കോർഡ് വീഡിയോസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ആക്സസ് തരുന്നത്. അത് മോർ ദാൻ ഇനഫ് ആണ്. നിങ്ങളൊരു ഫേസ് ടു ഫേസ് മോക്ക് സെഷൻസോ കാര്യങ്ങളൊന്നും എടുക്കണമെന്ന് പോലും നിർബന്ധമില്ല. കാര്യം ഏകദേശം ഒരു 7 to 10 hours റെക്കോർഡ് വീഡിയോയുടെ സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റൻസും ആൻസേഴ്സ് വരാൻ ചാൻസ് ഉള്ള എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് 24/7 നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ വീഡിയോസ് ആക്സസ് ചെയ്യാം. അയച്ചു തരുന്ന റെലവൻറ്റ് മെറ്റീരിയൽസ് ആ വീഡിയോസ് കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം മെറ്റീരിയൽസ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. NMBയുടെ പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലും കമ്മ്യൂണിറ്റിയും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു അവസരം കിട്ടിയിട്ട് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് പിന്നീട് റിഗ്രറ്റ് തോന്നരുത്, അന്ന് ആ ഒരു പ്രിപ്പറേഷൻ എടുത്താൽ മതിയായിരുന്നു. ബിക്കോസ് ഞങ്ങൾക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കുന്ന ഒരു 90% ഓഫ് കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ആദ്യത്തെ ഫെയിലായ ഇന്റർവ്യൂസിന്റെ സമയത്തെ ഇന്റർവ്യൂ പ്രിപ്പറേഷനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ലായിരുന്നു. ഇതിന്റെ ഒരുപാട് ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പീഡിയാട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇനി അപ്കമിംഗ് ഡേയ്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക, പ്രിപ്പയർ ചെയ്യുക അതിനനുസരിച്ച് എന്തായാലും. അതുപോലെ അയർലൻഡ് ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ വീഡിയോസ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഇൻസൈറ്റ് കിട്ടും. ഇന്റർവ്യൂ പാനലൊരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇവർ പഠിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻസ്, അവരെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല.